ഇറാനുമായുള്ള ആയുധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട റഷ്യയ്ക്കും ചൈനയ്ക്കും മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തനിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കില്ലെന്ന് താൻ വിശ്വസിക്കുന്നതായി ട്രംപ് പറഞ്ഞു. ലംഘിച്ചാൽ അത് അവർക്ക് ദോഷം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആയുധങ്ങൾ വിൽക്കുന്നതിനെതിരെ വെള്ളിയാഴ്ചയാണ് ട്രംപ് ഇരു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇറാനുമായി ആയുധ ഇടപാടുകളിൽ ഏർപ്പെടുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ദോഷകരമാകുമെന്ന് ട്രംപ് ഓർമ്മിപ്പിച്ചു. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ റഷ്യയോ ചൈനയോ ഇറാനെ സഹായിക്കുന്നുണ്ടോ എന്ന് US അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. US-നെതിരായ യുദ്ധത്തിൽ ഇറാനെ ആയുധം നൽകി സഹായിക്കില്ല എന്ന് ഇരു നേതാക്കളും നൽകിയ ഉറപ്പ് താൻ വിശ്വസിക്കുന്നതായി ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇറാന്റെ കാര്യത്തിൽ പലപ്പോഴും ആളുകൾ സംസാരിക്കുന്ന രണ്ട് പ്രധാന രാജ്യങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ഇതിൽ പങ്കാളികളല്ല. അക്കാര്യം അവർ എനിക്ക് വാക്കു നൽകിയിട്ടുള്ളതാണ്. ഇനി അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ദോഷമുണ്ടാക്കും. ട്രംപ് കുറിച്ച വാക്കുകൾ അങ്ങനെയായിരുന്നു. മെയ് മാസത്തിൽ ബെയ്ജിംഗിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഒരു സാഹചര്യത്തിലും ഇറാൻ ആയുധം നൽകില്ലെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ തന്നോട് പറഞ്ഞതായി ട്രംപ് പറഞ്ഞു. ഞങ്ങളുടെ ബന്ധം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. യുക്രൈനുമായി യുദ്ധം തുടരുന്ന സാഹചര്യമാണെങ്കിൽ പോലും പുടിനും സമാനമായ വാഗ്ദാനം നൽകിയിട്ടുള്ളതായി ട്രംപ് പറഞ്ഞു. ഈ യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെയോ പ്രസിഡന്റ് ഷീ പങ്കുചേരില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് പുടിനും അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. എനിക്ക് അവരെ വിശ്വാസമാണ്. അവർ എന്നെ നിരാശപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് ഈ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതേസമയം ഇറാനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി അമേരിക്ക ഉപയോഗിക്കുന്ന ഏത് ബ്രിട്ടീഷ് സൈനിക താവളവും തങ്ങളുടെ ലക്ഷ്യമായിരിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് IRGC തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ അസ്ഥിരതയുടെ മുഖ്യശില്പി എന്നാണ് IRGC ബ്രിട്ടനെ വിശേഷിപ്പിച്ചത്. ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സമീപകാല സൈനിക നീക്കങ്ങളിൽ ലണ്ടൻ വലിയ പങ്കുവച്ചതായും അവർ ആരോപിച്ചു. ബ്രിട്ടനിലെ RAF ഫെയർ ഫോഴ്സ് എന്ന സൈനിക താവളത്തെ IRGC പ്രസ്താവനയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമുദ്രത്തിലെ കപ്പലുകളിൽ നിന്നുള്ള ക്രൂയിസ് മിസൈലുകൾ തീർന്ന സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ ഫെയർഫോർഡിൽ നിന്നുള്ള B-1 ബോംബർ വിമാനങ്ങളാണ് ഇറാനെതിരായ നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലുള്ള അമേരിക്കൻ ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റിന് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായും അവിടത്തെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിന് കേടുപാടുകൾ വരുത്തിയതായും IRGC അവകാശപ്പെട്ടു. സമാധാന ചർച്ചകൾക്കായുള്ള അമേരിക്കയുടെ ആഹ്വാനങ്ങൾ വെറും തന്ത്രമാണെന്നും തങ്ങളുടെ സൈനിക ശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് വാഷിംഗ്ടൺ നടത്തുന്നതെന്നും ഇറാൻ ആരോപിച്ചു. ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ വെടിനിർത്തലുകളിൽ നിന്ന് അമേരിക്കയ്ക്ക് ഗുണം ലഭിക്കാൻ അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ നീക്കങ്ങൾക്ക് ശേഷം പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച കരാറിലൂടെ മുൻപ് സംഘർഷത്തിന് അയവ് വന്നിരുന്നെങ്കിലും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പുതിയ തർക്കങ്ങൾ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇസ്രയേലിൽ കടന്നുകയറി മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാന്റെ നീക്കം മൊസാദ് പരാജയപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഇറാൻ ഭരണകൂടത്തിന്റെ ശ്രമം ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് പരാജയപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേലിനുള്ളിൽ കടന്നുകയറി ആക്രമണം നടത്തുന്നതിനായി ക്രിമിനൽ സംഘങ്ങളിൽ നിന്നും ആളുകളെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്യാനായിരുന്നു പദ്ധതി. ഗൂഢാലോചന നടത്തിയ രണ്ടുപേരെ മൊസാദ് തിരിച്ചറിഞ്ഞു. ഫ്രാൻസിൽ താമസിക്കുന്ന ഒരാളെ കണ്ടെത്തിയിരുന്നു. ചർച്ചകൾക്കായി ഇയാൾ പലവട്ടം ഇറാനിലേക്ക് പോയി. ഇസ്രയേലിൽ സന്ദർശനം നടത്തുന്ന വിദേശികളുടെ വിവരങ്ങൾ ശേഖരിക്കാനും ഇയാൾക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. ഏറെ നാളായി മൊസാദ് ഈ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇറാനിൽ ഇയാളുമായി ആശയവിനിമയം നടത്തിയവരുടെയും ചുമതല ഏൽപ്പിച്ചവരുടെയും പേരുവിവരങ്ങളും മൊസാദ് തിരിച്ചറിഞ്ഞിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇസ്രയേലിൽ കടന്നുകയറി ഭീകരാക്രമണം നടത്താനുള്ള ഇറാന്റെ ഒട്ടേറെ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയതായി മൊസാദിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.